പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോൾ US കോൺഗ്രസിൽ കണക്കുകൾ അവതരിപ്പിച്ച പെന്റഗണും US സെൻട്രൽ കമാൻഡും യുദ്ധത്തിനായി ഇതുവരെ ചെലവാക്കിയത് $25 മില്യൺ എന്ന പെന്റഗൺ വക്താവ് ജൂൾ സാറ്റ്സെറ്റ്. അതേസമയം ഹോർമൂസ് ഉപരോധം നീട്ടുമെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കുതിച്ചുയർന്നിരിക്കുകയാണ് ക്രൂഡ് ഓയിലിന്റെ വില. വിവരങ്ങളുമായി വിഷ്ണു വിനോദ ചേരുന്നുണ്ട്. വിഷ്ണു, എന്തായാലും ക്രൂഡ് ഓയിലിന്റെ വിലയടക്കം കുതിച്ചുയർന്ന സാഹചര്യം യുദ്ധം തുടങ്ങി 60 ദിവസം പിന്നിടുമ്പോൾ കണക്കടക്കം പുറത്തേക്ക് വരുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്? കാർത്തു ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുദ്ധം ആരംഭിച്ച് 2 മാസം കഴിയുമ്പോഴാണ് US കോൺഗ്രസിൽ കണക്കുകൾ അവതരിപ്പിക്കാൻ ഇപ്പോൾ പെന്റഗണും US സെൻട്രൽ കമാൻഡും തയ്യാറായിരിക്കുന്നത്. സാധാരണ കീഴ്വഴക്കമനുസരിച്ച് ഒരു യുദ്ധം തുടങ്ങി 60 ദിവസം കഴിഞ്ഞാൽ പിന്നീട് ആ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് US കോൺഗ്രസിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ US കോൺഗ്രസ് മീറ്റ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ ഒരു മീറ്റിങ്ങിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ നമ്മുടെ പെന്റഗണിനെതിരെയും US സെൻട്രൽ കമാൻഡിനെതിരെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന വാർത്ത എന്ന് പറയാനുള്ളത്. കാരണം എന്തിനാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചതെന്നും ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിനു പുറമെ $25 മില്യൺ യുദ്ധത്തിനായി ചിലവഴിച്ചു എന്നുള്ള ഒരു വിവരമാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്ത് ഇന്നലെ ആ ഒരു മീറ്റിംഗിൽ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ നിരന്തരമായി ഇവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ യുദ്ധം സംഘടിപ്പിക്കുന്നതെന്നും എന്തിനാണ് ഈ യുദ്ധം നിലനിർത്തിക്കൊണ്ടുപോകുന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരുവിധ മറുപടിയും പറയാതെയാണ് പീറ്റ് ഹെക്സത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയും ഈ അമേരിക്ക ഇറാൻ ഇസ്രായേൽ സംഘർഷം മുൻപോട്ട് പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയും വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2022 ശേഷം വലിയ രീതിയിലുള്ള ഒരു റെക്കോർഡ് ഉയർച്ചയിലേക്കാണ് ക്രൂഡ് ഓയിലിൻ്റെ വില പോയിട്ടുള്ളത്. ബുധനാഴ്ച തന്നെ ബാരലിന് 122 രൂപ വരെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒറ്റയടിക്ക് 8% വർധനവുണ്ടാകുന്ന ഒരു നിലയാണുള്ളത്. അതിനു പുറമെ യുദ്ധവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പീറ്റ് ഹെക്സത്ത് ആ ഒരു മീറ്റിംഗിനകത്ത് പറഞ്ഞു വെക്കുകയുണ്ടായി. 14 സൈനികർ, അമേരിക്കയുടെ 14 സൈനികർ ഈ ഒരു സംഘർഷത്തിൻ്റെ ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് പീറ്റ് ഹെക്സത്ത് ആ ഒരു മീറ്റിങ്ങിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ചർച്ചയ്ക്കകത്ത് ഡെമോക്രാറ്റുകളുമായി റിപ്പബ്ലിക്കനുമായി പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിരുന്നാലും ഈ ഒരു യുദ്ധം ഈ ഒരു സാഹചര്യത്തിനകത്ത് അവസാനിപ്പിക്കുവാൻ വേണ്ടി അമേരിക്ക തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് അമേരിക്കയും മുൻപോട്ട് പോകുന്നത്. അതേസമയം ഇറാനാണെങ്കിലും ഹോർമൂസിലെ കടലിടുക്കിലെ ഉപരോധം അവരുടെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ വലിയ പ്രതിസന്ധികൾ മറ്റ് രാഷ്ട്രങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയാനുള്ളത്. അതിനു പുറമെ പീറ്റ് ഹെക്സത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്യാപിറ്റൽ ഹിൽ മന്ദിരത്തിന് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ റിപ്പബ്ലിക്കൻ പാർട്ടികളുടെയും ഡെമോക്രാറ്റിക് പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അതിനു പുറമെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങളും ഈ ഒരു ചർച്ചയ്ക്കകത്ത് പീറ്റ് ഹെക്സത്ത് അവതരിപ്പിക്കുകയുണ്ടായി എന്നുള്ളത് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും യുദ്ധം 60 ദിവസം കഴിയുമ്പോഴും വലിയ രൂക്ഷമായി തന്നെ ഈ ഒരു പശ്ചിമേഷ്യൻ യുദ്ധം മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു 60 ദിവസം കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയ്ക്ക് $25 മില്യൺ രൂപ ഈ ഒരു യുദ്ധത്തിനായി ചെലവഴിക്കേണ്ടി വന്നു എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതിനു പുറമെ ഈ പീറ്റ് ഹെക്സത്ത് ഈ ഒരു ചർച്ചയ്ക്കകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം ഇറാൻ്റെ ആണവായുധ ശേഷി പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ ഈ ഒരു യുദ്ധം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്ന ആ ഒരു നിലപാട് അമേരിക്ക സ്വീകരിക്കുമെന്നാണ് ഈ ഒരു സാഹചര്യത്തിനകത്ത് അമേരിക്ക പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പീറ്റ് ഹെക്സത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ആ ക്യാപിറ്റൽ ഹിൽ മന്ദിരത്തിന് മുൻപിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. യുദ്ധം കൂടുതൽ രൂക്ഷകരമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ച് 60 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ US കോൺഗ്രസിൽ കണക്കുകൾ പെന്റഗണും US സെൻട്രൽ കമാൻഡും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ
$25 മില്യൺ ചെലവായത്. യുദ്ധവുമായി ബന്ധപ്പെട്ട $25 മില്യൺ ചെലവായതെന്നാണ് US വ്യക്തമാക്കുന്നത്. അതുകൂടാതെ ഹോർമൂസ് ഉപരോധം നീട്ടുമെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്ന സാഹചര്യം അടക്കമാണ് പുറത്തേക്ക് വരുന്നത്. ഈ $2,500 കോടി ചിലവാക്കുമ്പോൾ US കോൺഗ്രസിലെ സായുധ സേന സ്ഥിരം സമിതിയുടെ തെളിവെടുപ്പിലിടെയാണ് ഇത്തരത്തിൽ പെന്റഗൺ ഉദ്യോഗസ്ഥർ കണക്ക് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇറാനെതിരെ പ്രയോഗിച്ച ബോംബുകളടക്കമുള്ള ആയുധങ്ങൾക്കാണ് പണമേറെയും ചെലവാക്കിയത് എന്നതാണ് ഈ കണക്കുകളിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം പുരോഗമിക്കുന്നതിനിടെ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ രൂക്ഷമായി തുടരുകയാണ്. വിഷ്ണു വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഹോർമൂസ് ഉപരോധം നീട്ടുമെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കുതിച്ചുയർന്ന ക്രൂഡ് ഓയിലിന്റെ വില. ആഗോള ബെഞ്ച്മാർക്ക് എണ്ണവിലയായ ബ്രന്റ് ക്രൂഡ് ബുധനാഴ്ച ബാരലിന് $122 വരെ എത്തി. 2022 ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണിത്. ഒറ്റയടിക്ക് 8% വർധനവാണ് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ മാത്രം ക്രൂഡ് ഓയിൽ വിലയിൽ 17% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം US കൂടുതൽ ശക്തമാക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണം കുറയുമെന്ന ആശങ്കയാണ് ഒറ്റയടിക്കുള്ള ഈ വർധനയ്ക്ക് കാരണം. എന്തായാലും ഫെബ്രുവരി അവസാനം ആരംഭിച്ച സംഘർഷവും ഹോർമൂസിലെ കപ്പൽ സ്തംഭനവും 60 ദിവസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ അടക്കം ഒരു വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് ഉണ്ടാകുന്നത്. ക്രൂഡ് ഓയിൽ വിലയിൽ മാത്രമല്ലാതെ വളം, കെമിക്കലുകൾ, സിമന്റ് തുടങ്ങിയ വസ്തുക്കളിലും നിർണായക ആവശ്യ വസ്തുക്കളിലും എല്ലാം ഈ ഹോർമൂസ് കടക്കാനാകാതെ 2 മാസത്തോളമായി കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ലോക സാമ്പത്തിക മേഖലയ്ക്ക് വൻ ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹോർമൂസ് തുറന്നാലും കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകാൻ മാസങ്ങളോളം എടുക്കുമെന്നതും ഏറെ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ ഈ ഹോർമൂസ് ഉപരോധം നീട്ടുമെന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയൊരു രീതിയിലുള്ള വർധനവ് ഉണ്ടാകുന്നത്. ആഗോള ബെഞ്ച്മാർക്ക് എണ്ണവിലയായ ബ്രന്റ് ക്രൂഡിനാണ് ബുധനാഴ്ച മാത്രം ബാരലിന് $122 വരെ എത്തിയിരിക്കുന്നത്. 2022 ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റയടിക്ക് 8% വർധനവ് മാത്രമാണ് ഈ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ ആണെങ്കിൽ ക്രൂഡ് ഓയിൽ വിലയിൽ 17% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US-ന്റെ ഉപരോധം കൂടുതൽ ശക്തമാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണം കുറയുമെന്ന ആശങ്ക കൂടി ഈ ഒരു ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കാനുള്ള സാഹചര്യത്തിന് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം.